ടെർമിനലിന്റെ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞിട്ടും പാലക്കാട് നഗരസഭ ബസ് സ്റ്റാൻഡ് തുറന്നുകൊടുക്കാത്തതിൽ നഗരസഭ വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് താങ്ങും തണലും സംഘടനാ നേതാക്കൾ പറഞ്ഞു. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിക്കുക, ബസ് സർവീസ് ആരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് താങ്ങും തണലിന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് നഗരസഭയിലേക്ക് നടത്തിയ ഓർമ്മപ്പെടുത്തൽ സമരം കൗൺസിലർ സെയ്ദ് ബാബു ഉദ്ഘാടനം ചെയ്തു. BK ശ്രീകണ്ഠൻ MPയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 കോടി ചെലവഴിച്ചാണ് ടെർമിനൽ നിർമ്മാണം പൂർത്തിയാക്കിയത്. കംഫർട്ട് സ്റ്റേഷൻ നവീകരണം കഴിഞ്ഞില്ലെന്ന പേരിൽ ഉദ്ഘാടനം വൈകിപ്പിച്ച നഗരസഭ ഇന്ന് പറയുന്നത് സ്റ്റാൻഡ് അനുബന്ധ നിർമ്മാണം നടന്നിട്ടില്ലെന്നും ഫണ്ടില്ലെന്നുമാണ്. എന്നാൽ കഴിഞ്ഞ വർഷം റോഡ് നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ച് പ്രവൃത്തി നടപ്പിലാക്കാത്തതിനാൽ ഫണ്ട് ലാപ്സായി. ബാലിശമായ കാരണങ്ങൾ പറഞ്ഞ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം വൈകിപ്പിക്കുന്നത് വ്യാപാരികളെയും യാത്രക്കാരെയും ദ്രോഹിക്കാനാണെന്നും സെയ്ദ് ബാബു പറഞ്ഞു. കംഫർട്ട് സ്റ്റേഷനിൽ 35 ലക്ഷം രൂപ നീക്കിവെക്കുകയും അതിന്റെ പണി പൂർത്തിയാക്കുകയും അതിന് ഇന്ന് കുറച്ചും കൂടി പണികൾ പൂർത്തീകരിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ പദ്ധതികൾ മുന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും പരിസരത്തുള്ള യാത്രക്കാരുമാണ്, വ്യാപാരികളാണ്. അവിടെ തന്നെ ഒരു താൽക്കാലിക കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടാക്കിയെടുക്കുകയും അവിടെ വന്നു പോകുന്ന ബസ്സുകൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതെല്ലാം ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പാലക്കാട് നഗരത്തിലുള്ള യാത്രക്കാരെയും ആ പരിസരത്തുള്ള വ്യാപാരികളെയും ബുദ്ധിമുട്ടിക്കാണ് ചെയ്തിട്ടുള്ളത്. അവർ പറയുന്നത് ഫണ്ടില്ലാന്നാണ് ഇപ്പം പറയുന്നത്, റോഡ് നിർമ്മിക്കാൻ ഫണ്ടില്ലാന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ CFC ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ ഈ പദ്ധതിയെ ബന്ധപ്പെട്ടുകൊണ്ട് നീക്കിവെച്ചിരുന്നു. പക്ഷെ ആ ഫണ്ട് പോലും ഈ ഭരണസമിതി ലാപ്സാക്കി കളയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇരട്ടപ്പ നയമാണ് ഈ പാലക്കാട് നഗരസഭ ഭരണസമിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്ങും തണലും പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ അധ്യക്ഷനായി. സിദ്ദിഖ്, കൗൺസിലർ സജിത്ത്, മുഹമ്മദ് റാഫി, TP സക്കറിയ, ഹക്കിം, ജയപാൽ മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.